ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി കപ്പയും ബീഫും ഉള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള കപ്പ ബീഫ് റെസിപ്പി അല്ല കേട്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും, ഒരു 3-4 നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 3 പച്ചമുളക് വരെ ഇട്ട് അതിലോട്ട് 2 തക്കാളി വലുതായിട്ട് അരിഞ്ഞത്, 2 സവോള വലുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ അപ്പോഴേ തന്നെ ഉണ്ടാക്കിയ ഫ്രഷ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മൾ കുക്കറിൻ്റെ ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഒരു 2 മുതൽ 3 വിസിൽ വരെ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. നിങ്ങൾ എടുത്തിരിക്കുന്ന ബീഫിൻ്റെ മൂപ്പ് പോലെ ഇരിക്കും ഇതിൻ്റെ വേവ്. അതുകൊണ്ട് ഞാനെടുത്ത് കുറച്ച് ഇളയ ബീഫായതുകൊണ്ട് നമുക്ക് 3 വിസിലിനെ കൊണ്ട് തന്നെ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് വലിയൊരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 3 to 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇത് കണ്ടില്ലേ, നമ്മുടെ സവാള ഇതൊരു 3 സവാളയുണ്ട്. ഇതിങ്ങനെ ചെറിയ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരിക. നമ്മൾ നേരത്തെ ഇട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മല്ലിപ്പൊടിയായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ബീഫിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ട് വഴന്ന് വന്ന ശേഷം നമുക്ക് നടുക്ക് ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്ത ശേഷം അതിലോട്ട് നമ്മുടെ പൊടികൾ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂണായിട്ട് മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 to 3 ടീസ്പൂൺ, പിന്നെ ഒരു നുള്ള് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഇതിൻ്റെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറുന്ന വരെ മാത്രം. അതിനുശേഷം ഉള്ളിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. കൂടെ തന്നെ ഒരു തക്കാളി ഇതുപോലെ വലുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ആ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന ആ ഗ്യാപ്പിൽ നമുക്കിപ്പുറത്ത് നമ്മുടെ കപ്പ വേവിച്ചെടുക്കണം. നന്നായിട്ട് കഴുകി കുഞ്ഞായിട്ട് കട്ട് ചെയ്ത കപ്പ നമുക്ക് കുക്കറിലിട്ട് ഉപ്പും വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വെന്ത് എടുത്ത ഈ ബീഫ് നമുക്ക് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ബീഫൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളി ഉള്ളി മിക്സിലോട്ട് ബീഫ് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് 2 ടീസ്പൂൺ തൈരാണ്. തൈര് ചെറുതായിട്ടൊരു പുളിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ലെമണിൻ്റെ നീരും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ വേവിച്ച് വെച്ച ബീഫിൻ്റെ സ്റ്റോക്കാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നല്ലോണം ഒരു വലിയൊരു പിടി കറിവേപ്പില ഇടുക. അതുപോലെ തന്നെ കുറച്ചധികം തന്നെ മല്ലിയില ഇടുക. മല്ലിയിലൊക്കെ നമ്മുടെ ഈ റെസിപ്പിക്ക് നല്ലൊരു ഫ്ലേവർ വരും, നല്ലൊരു ടേസ്റ്റാണ്. മല്ലിയില അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഇടാനുള്ളത് നമ്മൾ വേവിച്ച് വെച്ച കപ്പയാണ്. കപ്പ വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് തുറന്നു നോക്കാം. കപ്പയൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല അടിപൊളി കപ്പയാണ് നമുക്ക് കിട്ടിയത്. ഇനി കപ്പ വെള്ളത്തിൽ നിന്നും ഊറ്റി നമ്മുടെ ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വല്ലാതെ കുഴഞ്ഞു പോവാതെ ആ കപ്പയുടെ ചെറിയ പീസസൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. വളരെ സിമ്പിളാണ്. എന്നാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കപ്പ ബീഫ് റെസിപ്പിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇതേ റെസിപ്പിയിൽ തന്നെ നിങ്ങൾക്ക് ബീഫിന് പകരം ചിക്കൻ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അതും നല്ല ടേസ്റ്റാണ്. ഞാൻ രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അടുത്ത തവണ ചിക്കൻ്റെ റെസിപ്പിയും കാണിച്ചു തരാം കേട്ടോ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ ചെറുതായിട്ട് തിള വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഇത് സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.